ஆரம்பிக்கலாங்களா? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വർണം പിടിച്ചെടുക്കും, മംഗല്യസൂത്രം താലിമാല പൊട്ടിക്കും, നിങ്ങളുടെ മംഗല്യസൂത്രം പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വൈകാരികമായി പറയുകയാണ്. കേട്ടുഞെട്ടി. കാര്യം കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അങ്ങനെയൊക്കെ പറയുന്നു. സാമൂഹ്യനീതി ഉറപ്പാക്കുമെന്ന് പറയുന്നതിനെ വീട്ടിൽ കയറി താലിമാല പൊട്ടിക്കും എന്ന് വളച്ചൊടുക്കി വ്യാഖ്യാനിക്കും മട്ടിൽ ഒന്നാം ഘട്ടം കഴിയുമ്പോൾ വല്ലാത്തൊരു പരിഭ്രാന്തി, പേടി നിങ്ങളെ ബാധിച്ചോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? CAA നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ മുഴുവനും കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുമെന്ന് ഇവിടെ CPM-ഉം കോൺഗ്രസും പറഞ്ഞില്ലേ? അത് ശരി. മലപ്പുറത്ത് പോയിരുന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണെന്ന്. ഈ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ CAA എന്ന് പറയുന്ന സാധനമാണല്ലോ ഞങ്ങൾ റദ്ദാക്കും. അതൊക്കെ ബന്ധപ്പെട്ട് എല്ലാവരും വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിലയിരുത്തൽ എനിക്ക് ഉണ്ടാവില്ലല്ലോ. എന്താ കാരണം? ഇവിടെ മുസ്ലിങ്ങൾ രണ്ടാം തരം പൗരന്മാരാണ് പ്രഖ്യാപിച്ചില്ലേ കേരളത്തില്? കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാർ. ഇപ്പൊ നരേന്ദ്രമോദി അവിടെ സോഷ്യോ എക്കണോമിക് വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് വലിയ ഹാലിളക്കം. ഇനിയും പറയും. ഞെട്ടിപ്പോയതാണ്. നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ? സാർ കള്ളം പറയലാണെന്നേ. മാനിഫെസ്റ്റോയിൽ പറയുന്നത് വീട്ടിൽ കയറി സ്വർണം കട്ടെടുക്കാനും താലിമാല പൊട്ടിക്കാനുമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്? ഞാനും ചാണകം, നിങ്ങളും ചാണകം. എന്ത് രാഷ്ട്രീയമാണ്? ഞാൻ നേരത്തെ ചോദിച്ചതിന് മറുപടി പറയാ. ഒരു ചോദ്യത്തിന് മറുപടി വേറെ ചോദ്യമാണോ? ഇന്ന് തന്നെ സംസാരിച്ചൊരു തീരുമാനത്തിൽ അതന്നെ തൽക്കാലം ഇപ്പൊ നിങ്ങളോട് അതേ പറ്റൂ. പണിക്കർക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ടോ? നരേന്ദ്രമോദി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. Congress will conduct a nationwide socio-economic and caste census to enumerate the caste and subcaste എന്ന് പറയുന്നതിനെ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കും, നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ പെൺമക്കളുടെ സ്വർണം പിടിച്ചെടുക്കും, നമ്മുടെ മംഗല്യസൂത്രം താലിമാല എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമാണ്, അത് പറിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ വൈകാരികമായി പറയുന്നത് ഈ പറയുന്ന ഒരു പാരഗ്രാഫ് വെച്ചിട്ടാണ്. അതല്ല വേറെ വല്ലതും ഉണ്ടോ എന്ന് എന്റെ അറിവിലില്ലാത്ത വേറെ വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നത്. കൂട്ടിക്കൊടുക്കാം, കുതികാലി വെട്ടാം, എന്തും ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. അല്ല അതൊക്കെ സാമൂഹിക സമരസതയുമായി ബന്ധപ്പെട്ട വ്യക്തമായില്ല. അതെന്താണോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞത് അതിന്റെ കൃത്യമായിട്ടുള്ള വ്യാഖ്യാനമാണ് അദ്ദേഹം കൊടുത്തത്. ഹലോ ടെസ്റ്റിംഗ്, ഇതൊക്കെയാണല്ലോ. ഒരു തരത്തിലും കാസ്റ്റ് എന്ന രീതിയിൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു തെറ്റുമില്ല. ഒരു മാധ്യമവും അത് ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലപ്പുറത്ത് വന്ന് മുസ്ലിങ്ങളെ രണ്ടാം കടം പൗരന്മാരായിട്ട് മോദി ട്രീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ 24-ന്റെ വായിൽ എന്താ പഴമായിരുന്നു? ഒരു പഴം. പാർട്ടി ഓഫീസിലെ ഭാഷ ഇവിടെ ഇറക്കല്ലേ ഗോപാലകൃഷ്ണൻ? നിങ്ങൾ ഇറക്കിക്കൊണ്ട് താങ്കളുടെ പാർട്ടി ഓഫീസിലെ പഴം എന്നൊക്കെ ഭാഷ ഇവിടെ ഇറക്കല്ലേ ഗോപാലകൃഷ്ണൻ? കൈ വെച്ചാൽ മതി. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? പാർട്ടി ഓഫീസിൽ പറയുന്ന വായി പഴം എന്ന ഡയലോഗ് കൈ വെച്ചാൽ മതി. ഒരു നേന്ത്രപ്പഴം തരിക. നല്ല ഒന്നാം തരം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കാതെ. താങ്കൾ ഒരു മുതിർന്ന നേതാവല്ലേ? നിങ്ങൾ പറയാറില്ലേ? താങ്കൾ കുറച്ച് പ്രായം ഉണ്ടെങ്കിലും മുതിർന്ന നേതാവല്ലേ? വായിൽ പഴം എന്നൊക്കെ സംസ്കാരശൂന്യമായി പറയുകയാണോ എന്ന് ഒരു ചർച്ചയിൽ വന്നിരുന്നു. അത് പാർട്ടി ഓഫീസ് മതി. ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? താങ്കൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കില്ലെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർ ചർച്ചയിൽ. ലോകത്ത് മോദി വിരുദ്ധരോട് വായി പഴം എന്നാണ് താങ്കൾ പറയാറ്. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. നിങ്ങൾക്ക് വിഷമാണോ? ഞാനത് വിട്ടുപോയത്. നാട് മുഴുവൻ ഇറങ്ങി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി.